ഹലോ. പ്രണയം എന്തൊരു സംഭവമാണല്ലേ. കവിതയിലും സിനിമയിലുമൊക്കെ നമ്മൾ ആഘോഷിക്കുന്ന ഈ ശക്തമായ വികാരത്തിന് പിന്നിലെ ശാസ്ത്രം എന്താണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോ ഈ പ്രണയത്തിന് പിന്നിലെ കെമിസ്ട്രി എന്താണെന്ന് നമുക്കൊന്ന് ആഴത്തിൽ പരിശോധിക്കാം. പഴയൊരു പാട്ടിലെ ഈ വരികൾ കേൾക്കാൻ എന്ത് ഭംഗിയാണല്ലേ. പ്രണയിക്കുന്നയാളെ ഒരു നക്ഷത്രമായി കാണുന്നു, ഭാവനയുടെ രോമാഞ്ചം എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ പ്രണയത്തിന്റെ പശ്ചാത്തലത്തിൽ കേൾക്കുമ്പോൾ വളരെ റൊമാൻറ്റിക് ആയിട്ട് തോന്നും. പക്ഷേ ആ പ്രണയം എന്നൊരു ഘടകം അവിടെ ഇല്ലായിരുന്നെങ്കിലോ? ഇത് കേട്ട ആൾക്കാർക്ക് വട്ടാണെന്ന് തോന്നിയാനല്ലേ? അപ്പോ അതാണ് നമ്മൾ ഇന്ന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്ന ചോദ്യം. എന്തുകൊണ്ടാണ് പ്രണയത്തിലായിരിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ യുക്തിയില്ലാതെ പെരുമാറുന്നത്? എന്തുകൊണ്ടാണ് ലോകം തന്നെ ഒരു പുതിയ നിറത്തിൽ നമുക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്? ഇതിനെല്ലാമുള്ള ഉത്തരം നമ്മുടെ തലച്ചോറിനകത്തുണ്ട്. ഓക്കെ, അപ്പൊ പ്രണയം എന്ന ഈ കടങ്കഥയുടെ ചുരുളഴിക്കാൻ നമ്മളൊരു യാത്ര പോവാണ്. ആദ്യം നമ്മളെ പ്രണയത്തിന്റെ ആ ഒരു പവറിനെ പറ്റി സംസാരിക്കും, പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു അനുഭവം എന്ന് നോക്കും, ശേഷം പ്രണയത്തിന്റെ 3 സ്റ്റേജുകൾ, അതിനു പിന്നിലെ കെമിക്കലുകൾ, അവസാനം അറ്റാച്ച്മെന്റ് എന്ന യാഥാർത്ഥ്യം. നമുക്ക് തുടങ്ങാം. അതെ, പ്രണയത്തിന്റെ ശക്തി. ചിലർക്ക് ക്രിഞ്ചെന്നൊക്കെ തോന്നുന്ന പല കാര്യങ്ങളും പ്രണയിക്കുന്നവർക്ക് എന്തു മനോഹരമായിട്ടാണ് തോന്നുന്നതല്ലേ. അതൊരു മാന്ത്രിക ഫിൽറ്റർ പോലെയാണ്. മറ്റുള്ളവർക്ക് വിചിത്രമായി തോന്നുന്ന കാര്യങ്ങളെപ്പോലും മനോഹരമാക്കി മാറ്റുന്ന ഒരു ഫിൽറ്റർ. ഓക്കെ, പ്രണയത്തിന് ഇത്രയും പവർ ഉണ്ടെങ്കിൽ വെറുതെ ഒരു രസത്തിനു വേണ്ടി മാത്രം പ്രകൃതി ഇത് ഉണ്ടാക്കിവെച്ചതാകുമോ? ഒരു സാധ്യതയുമില്ല. ഇതിനു പിന്നിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമുണ്ട്. സത്യം പറഞ്ഞാൽ മനുഷ്യവംശം നിലനിൽക്കാൻ വേണ്ടി പ്രകൃതി കണ്ടുപിടിച്ചൊരു സൂത്രപ്പണിയാണ് ഈ പ്രണയം. അതെന്താണെന്ന് നോക്കാം. ഇതൊന്നു നോക്കിയേ. പ്രത്യുൽപാദനം 2 തരത്തിലുണ്ട്. ഒന്ന് അലൈംഗികം. ഒരു ബാക്ടീരിയയുടെ കാര്യമെടുക്കാം. അത് സ്വയം 2ആയിട്ടങ്ങ് വിഭജിക്കും. വളരെ സിമ്പിൾ. അധികം എനർജിയോ സമയമോ ഒന്നും വേണ്ട. പക്ഷേ നമ്മൾ മനുഷ്യരുടേതോ ലൈംഗിക പ്രത്യുൽപാദനമാണ്. അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. ഒരു ഇണയെ കണ്ടെത്തണം, ഇണ ചേരണം, കുഞ്ഞുങ്ങളെ നോക്കി വളർത്തണം. ഒരുപാട് എനർജിയും സമയവും പോകുന്ന പരിപാടിയാണിത്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, ഇത്രയും കഷ്ടപ്പാടുള്ളൊരു കാര്യത്തിന് ജീവികളെ പ്രേരിപ്പിക്കാൻ എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ വേണ്ടേ? അവിടെയാണ് പ്രണയത്തിന്റെ എൻട്രി. ആ ചോദ്യത്തിനുള്ള പ്രകൃതിയുടെ ഉത്തരമാണ് പ്രണയം. ഇണയെ കണ്ടെത്തുന്നതും കുഞ്ഞുങ്ങളെ വളർത്തുന്നതും പോലെയുള്ള കഷ്ടപ്പാടുള്ള ജോലികളൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള, ആസ്വാദികരമായ ഒന്നായിട്ട് തോന്നിപ്പിക്കുന്ന ഒരു ബ്രില്യന്റ് ഐഡിയ. അതാണ് പ്രണയം. ഓക്കെ, അപ്പോ ഈ പ്രണയം എന്ന അനുഭവത്തെ നമുക്ക് എങ്ങനെയൊന്ന് കീറിമുറിച്ച് പഠിക്കാൻ പറ്റുക? അതിന് നമ്മളെ സഹായിക്കുന്നത് ഡോക്ടർ ഹെലൻ ഫിഷർ എന്ന ഒരു ആന്ത്രോപോളജിസ്റ്റാണ്. അവര് പറയുന്നത് നമ്മൾ ഒന്നായി കാണുന്ന ഈ പ്രണയത്തിന് ശരിക്കും 3 വ്യത്യസ്ത ഘട്ടങ്ങളുണ്ടെന്നാണ്. നമുക്ക് ആ 3 ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതാണ് ആ 3 സ്റ്റേജുകൾ. ഒന്നാമത്തത് ലസ്റ്റ് അഥവാ കാമം. അത് ശാരീരികമായ ഒരു ഡ്രൈവാണ്. രണ്ടാമത്തേത് അട്രാക്ഷൻ അഥവാ ആകർഷണം. ഇതാണ് നമ്മൾ പ്രണയത്തിലായി എന്ന് പറയുന്ന സ്റ്റേജ്. അതായത് ഒരാളിൽ മാത്രം നമ്മുടെ ശ്രദ്ധ മുഴുവൻ കേന്ദ്രീകരിക്കുന്ന ആ ഒരവസ്ഥ. മൂന്നാമത്തത് അറ്റാച്ച്മെന്റ്. ഒരുമിച്ച് ജീവിക്കാനും ഒരു ദീർഘകാല ബന്ധം നിലനിർത്താനുമുള്ള ആ ഒരു അടുപ്പം. അപ്പോ ഈ 3 സ്റ്റേജുകളെയും കൺട്രോൾ ചെയ്യുന്നതാരാ? നമ്മുടെ തലച്ചോറിലെ ചില കെമിക്കലുകളാണ്. നമുക്ക് ആ കെമിക്കലുകളുടെ കളിയിലേക്കൊന്ന് കടന്നു ചെല്ലാം. പ്രണയത്തിലാവുമ്പോൾ നമ്മുടെ തലച്ചോറിൽ നടക്കുന്ന ആ ഹോർമോൺ വിപ്ലവം എന്താണെന്ന് നോക്കാം. ഈ ചാർട്ടിലേക്കൊന്ന് നോക്കൂ. ആദ്യത്തെ സ്റ്റേജായ ലസ്റ്റിനെ ഡ്രൈവ് ചെയ്യുന്നത് സെക്സ് ഹോർമോണുകളാണ്. എന്നാൽ രണ്ടാമത്തെ സ്റ്റേജായ അട്രാക്ഷനിലേക്ക് കടക്കുമ്പോൾ കളത്തിൽ വേറെ ആളുകൾ വരും. ഡോപ്പമൈൻ, നോറെപിനെഫ്രിൻ, ഇവരാണ് ശരിക്കുമുള്ള കളി മാറ്റുന്നത്. ഇതാണ് നമുക്ക് ഒരാളോടൊരുതരം ഭ്രമം, ഒരു അഡിക്ഷനൊക്കെ തോന്നിപ്പിക്കുന്നത്. അപ്പം ഈ അട്രാക്ഷൻ സ്റ്റേജിലെ സൂപ്പർസ്റ്റാർ ആരാണെന്നറിയാവോ? അതാണ് ഫിനൈൽ ഈഥൈൽ അമീൻ, അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ PEA. ഇതിനെ പ്രണയത്തിന്റെ തന്മാത്ര എന്നാണ് വിളിക്കുന്നത്. ഈ ഒരു കെമിക്കലാണ് നമ്മുടെ ബ്രെയിനിലെ റിവാർഡ് സിസ്റ്റത്തെ അങ്ങ് കത്തിക്കുന്നത്. അതോടെ ഡോപ്പമൈൻ്റെ ഒരു പ്രളയം തന്നെ ഉണ്ടാവും. നമ്മൾ അനുഭവിക്കുന്ന ആ ഹൈ, ആ ഒരു യൂഫോറിയ, അതിന് കാരണം ഈ PEA ആണ്. ഈ കെമിക്കൽ പ്രളയം കാരണം നമുക്ക് എന്ത് സംഭവിക്കും? ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ. ഉറക്കം കുറയും, പക്ഷെ എനർജിക്ക് ഒരു കുറവും ഉണ്ടാവില്ല. വിശപ്പുണ്ടാവില്ല. പിന്നെ എപ്പോഴും ആ ഒരാളെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും, ഒരു ഒബ്സഷൻ പോലെ. ആ വ്യക്തിയുടെ കുറവുകളൊന്നും നമ്മുടെ കണ്ണിൽ പെടില്ല. ഇതൊക്കെ ആ കെമിക്കലുകൾ പണിതരുന്ന പണിയാണ്. ഈ ഒരു പഴഞ്ചൊല്ല് അട്രാക്ഷൻ സ്റ്റേജിന് കൃത്യമായി വിവരിക്കുന്നുണ്ട്, അല്ലേ? നിങ്ങളെ തലച്ചോറിലെ കെമിസ്ട്രി നിങ്ങളെ കാണിക്കുന്നത് വേറൊരു ലോകമാണ്. മറ്റുള്ളവർക്ക് കുറവുകൾ കാണാൻ പറ്റിയേക്കാം, പക്ഷെ പ്രണയത്തിലായിരിക്കുന്ന നിങ്ങൾക്ക് അതുമാത്രം കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ ഈയൊരു കെമിക്കൽ കൊടുങ്കാറ്റ്, ഈയൊരു ഹൈ അതെപ്പോഴും നിലനിൽക്കോ? ഇല്ല.
ഏതൊരു ലഹരിയേയും പോലെ ഇതും പതിയെ കുറയും. അപ്പോ എന്ത് സംഭവിക്കും? ബന്ധം അവസാനിക്കോ? ഇല്ല. അവിടെയാണ് പ്രണയത്തിന്റെ മൂന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഘട്ടം വരുന്നത്, അറ്റാച്ച്മെന്റ്. ഈ ടൈം ലൈൻ നോക്കൂ. ഒരു ബന്ധത്തിന്റെ ആദ്യത്തെ 1, 2, 3 വർഷം ഈ PEAയും ഡോപ്പമീനുമൊക്കെ ആയിരിക്കും തലച്ചോറിൽ നിറഞ്ഞു നിൽക്കുന്നത്. അതാണ് ആ തീവ്ര പ്രണയത്തിന്റെ കാലം. പക്ഷെ ഒരു 3, 4 വർഷം കഴിയുമ്പോഴേക്കും ഈ PEAയുടെ അളവ് സ്വാഭാവികമായി കുറയാൻ തുടങ്ങും. ആ ഒരു ഹൈ പതിയെ മായും. അപ്പോഴാണ് കളിയിലേക്ക് വേറെ 2 ഹോർമോണുകൾ വരുന്നത്, ഓക്സിറ്റോസിനും വാസോപ്രസിനും. ഇവരാണ് ഒരു ബന്ധത്തിന് സ്ഥിരത കൊടുക്കുന്നത്. അപ്പൊ വ്യത്യാസം മനസ്സിലായോ? അട്രാക്ഷൻ സ്റ്റേജിലെ ഹോർമോണുകൾ നമുക്ക് തരുന്നത് ഒരു റോളർ കോസ്റ്റർ റൈഡ് പോലെയാണ്. ഭയങ്കര സന്തോഷം, ആവേശം, ഒരു ഫാന്റസി ലോകത്ത് ജീവിക്കുന്നത് പോലെ തോന്നും. പക്ഷേ അറ്റാച്ച്മെന്റ് ഹോർമോണുകൾ തരുന്നത് അങ്ങനെയല്ല. അത് ശാന്തമാണ്, സുരക്ഷിതമാണ്, ഒരു പങ്കാളിത്തത്തിന്റെ ആശ്വാസമാണത് നൽകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ഓക്സിറ്റോസിൻ. ഇതിനെ കടൽ ഹോർമോൺ അഥവാ ആശ്ലേഷ ഹോർമോൺ എന്ന് പറയും. ശാരീരികമായ അടുപ്പത്തിലൂടെയാണ് ഇത് കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഇത് വിശ്വാസം, ശാന്തത, ഒരു കണക്ഷനൊക്കെ ഉണ്ടാക്കും. ഒരു ബന്ധത്തിന്റെ ദീർഘകാലത്തേക്കുള്ള അടിത്തറയിടുന്നത് ഈ ഓക്സിറ്റോസിനാണ്. രസകരമായ കാര്യം എന്താണെന്നാൽ ഇത് പങ്കാളിയുമായി മാത്രമല്ല, നമ്മുടെ മാതാപിതാക്കളോടും സുഹൃത്തുക്കളോടുമുള്ള ബന്ധങ്ങളിലും ഈ ഹോർമോണിന് വലിയ പങ്കുണ്ട്. അപ്പോ നമ്മൾ തുടങ്ങിയ ചോദ്യത്തിലേക്ക് തിരിച്ചുവരാം. പ്രണയം ഒരു പിടികിട്ടാത്ത രഹസ്യമാണോ? ശാസ്ത്രം പറയുന്നത് അതൊരു രഹസ്യമല്ല, മറിച്ച് ഒരു ബ്രില്യന്റ് പ്ലാൻ ആണെന്നാണ്. നമ്മുടെ മനുഷ്യവംശം നിലനിൽക്കാൻ വേണ്ടി പരിണാമം ഒരുക്കിയ 3 അധ്യായങ്ങളുള്ള ഒരു നാടകം. കെമിക്കലുകൾ കൊണ്ട് വളരെ മനോഹരമായി എഴുതപ്പെട്ട ഒരു നാടകം. അവസാനമായി ഒരു ചോദ്യം. ഈ ശാസ്ത്രമെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് പ്രണയം എന്നത് നമ്മൾ ബോധപൂർവം എടുക്കുന്ന ഒരു തീരുമാനമാണോ, അതോ നമ്മുടെ നിയന്ത്രണത്തിലൊന്നുമല്ലാത്ത നമ്മുടെ തലച്ചോറിൽ നടക്കുന്ന മനോഹരമായ ഒരു രാസപ്രവർത്തനം മാത്രമാണോ? ഇതിനെക്കുറിച്ച് നിങ്ങൾക്കെന്ത് തോന്നുന്നു? ചിന്തിച്ചു നോക്കൂ.